എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ മൊഡ്യൂൾ 4-ൽ നിന്നുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് എ ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ന്യൂക്ലിയർ ഫ്യൂഷൻ? എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് 2 മാസ് കുറഞ്ഞ ന്യൂക്ലിയസുകൾ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു മാസ് കൂടിയ ന്യൂക്ലിയസായി മാറുന്നു, കൂടെ എനർജിയും പുറത്തേക്ക് വരുന്നു. ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. 2 ലൈറ്റ് ന്യൂക്ലിയൈ ആർ കമ്പൈൻഡ് ടു ഫോം എ ഹെവി ന്യൂക്ലിയസ് വിത്ത് ദ റിലീസിംഗ് ഓഫ് എനർജി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റും കൂടി ചേർക്കാം. വെൻ 2 ന്യൂക്ലിയൈ കമ്പൈൻസ് ദ റിഡക്ഷൻ ഇൻ മാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി. അതായത് എവിടെ നിന്നാണ് ഈ എനർജി വന്നത് എന്നാണ്, ഈ എനർജി എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ്. ഇവിടെ 2 ന്യൂക്ലിയസുകൾ ഒരുമിച്ച് കൂടി ചേരുന്ന സമയത്ത് മാസിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഈ മാസിലുള്ള വ്യത്യാസം എനർജിയായി മാറുകയാണ് ചെയ്യുന്നത്. E = mc² എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ, ഐൻസ്റ്റീൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ മോഡറേറ്റർ? ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കമ്പോണൻസ് പഠിച്ച സമയത്ത് നമ്മൾ മോഡറേറ്റർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. മോഡറേറ്റർ എന്ന് പറയുന്നത് ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസ്. എക്സാമ്പിളായിട്ട് ഹെവി വാട്ടർ, D2O, ഗ്രാഫൈറ്റ്, ഓർഡിനറി വാട്ടർ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ ഡെഫിനിഷൻ ഓഫ് 1 ഇലക്ട്രോൺ വോൾട്ട്. എന്താണ് 1 ഇലക്ട്രോൺ വോൾട്ട്? ഇലക്ട്രോൺ വോൾട്ടിൻ്റെ സിമ്പൽ EV എന്നാണ്. നമുക്കറിയാം, ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റാണ്. എനർജിയുടെ യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. അത് നമ്മൾ ക്വാണ്ടം ഫിസിക്സിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ യൂണിറ്റ് ഓഫ് എനർജി യൂസ്ഡ് ഇൻ ക്വാണ്ടം ഫിസിക്സ് എന്നെഴുതും. 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണ് എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതും കാണിച്ചു വെക്കാം. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂളാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്നാണ്. എന്താണ് ഫിഷനും ഫ്യൂഷനും തമ്മിലുള്ള കമ്പാരിസൺ? അത് നമുക്ക് 2 കോളമായിട്ട് എഴുതാം. ഒരു കോളത്തിൽ ഫിഷൻ, മറ്റു കോളത്തിൽ ഫ്യൂഷൻ. ഫിഷനിൽ നമുക്ക് എഴുതാം ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻ ടു 2 ഫ്രാഗ്മെൻറ്റ്സ് വിത്ത് ദ റിലീസിംഗ് ഓഫ് എനർജി. ഫിഷൻ എന്ന് പറയുന്നത് ഒരു ഹെവി ന്യൂക്ലിയസ് 2 കഷ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, കൂടെ കുറച്ച് എനർജിയും റിലീസാവും. അതാണ് ഫിഷൻ. ഫിഷൻ്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഇറ്റ് ഈസ് ആൻ എക്സോതേർമിക് റിയാക്ഷൻ. എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത് കുറേയധികം ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന ഒരു റിയാക്ഷനാണ്. എക്സാമ്പിളായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ആറ്റം ബോംബ്, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫ്യൂഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് എഴുതി ചേർക്കാവുന്നത് ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ. അതൊരു തെർമോ ന്യൂക്ലിയർ റിയാക്ഷനാണ്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം ടെമ്പറേച്ചർ ആവശ്യമാണ്. നീഡ് വെരി ലാർജ് ടെമ്പറേച്ചർ. എക്സാമ്പിളായിട്ട് എനർജി പ്രൊഡക്ഷൻ ഇൻ സ്റ്റാർസ്, ഹൈഡ്രജൻ ബോംബ്, ഇത് രണ്ടും നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. അതായത് നക്ഷത്രങ്ങളിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഫ്യൂഷൻ വഴിയാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രിൻസിപ്പിളും ഫ്യൂഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ 2 ആപ്ലിക്കേഷൻസ് എഴുതാനാണ്. എളുപ്പമാണ്. 1 ഫോട്ടോ ഇലക്ട്രിക് സെല്ല്, 2 ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.